ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ തളരാതെ സ്വയം തൊഴിൽ കണ്ടെത്തി കഠിനാധ്വാനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ചെറുപുഴ ചുണ്ടയിലെ സജ്ന സന്തോഷ് എന്ന സംരംഭക. സ്വന്തമായി തൊഴിലോ വരുമാനമോ ഇല്ലാതെ ജീവിതം തന്നെ ചോദ്യചിഹ്നമായി മുന്നിൽ നിന്നപ്പോൾ അതിലൊന്നും തളരാതെ സ്വന്തമായി ഒരു തൊഴിൽ സംരംഭം ആരംഭിച്ച് അതിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം കരപിടിപ്പിച്ചിരിക്കുകയാണ് സജ്ന. അച്ചാറും പലഹാരങ്ങളും നിർമ്മിക്കുന്നതാണ് സജ്നയുടെ സംരംഭം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആദ്യം കുടനിർമ്മാണമാണ് സജ്ന തെരഞ്ഞെടുത്തത്. ഒരു സന്നദ്ധ സംഘടനയുടെ കുടനിർമ്മാണ പരിശീലനത്തിൽ പങ്കെടുത്താണ് സജ്ന കുടനിർമ്മാണം പരിശീലിച്ചത്. തുടർന്ന് കുടകൾ നിർമ്മിച്ച് വീടുവീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുകയായിരുന്നു. പക്ഷേ മഴക്കാലത്ത് മാത്രമുള്ള ഒരു വരുമാനമാർഗമായിരുന്നു അത്. അതിൽ നിന്നുള്ള വരുമാനവും ജീവിത ചെലവുകൾ പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നു മനസ്സിലാക്കിയതോടെ കുടനിർമ്മാണം ഉപേക്ഷിച്ച് അച്ചാറുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തി തുടങ്ങി. സാധാരണയായി വിപണിയിൽ കിട്ടുന്ന അച്ചാറുകളിൽ നിന്നും വ്യത്യസ്തമായി മീൻ, ഈന്തപ്പഴം, നാരങ്ങാ മിക്സ്, ബീഫ്, വെളുത്തുള്ളി, കാന്താരി തുടങ്ങി പലതരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കി വീടുവീടാന്തരം വിൽപ്പന ചെയ്തു തുടങ്ങി. പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കാതിരുന്നതിനാൽ ആളുകൾക്ക് ഇവ ഇഷ്ടപ്പെടുകയും നല്ല രീതിയിൽ വിൽപ്പന നടക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ കാരയപ്പം, അവലോസുപൊടി, ചമ്മന്തിപ്പൊടി, ചിപ്സ് തുടങ്ങിയവയും ക്ലീനിംഗ് ലോഷൻ, സോപ്പ്, വസ്ത്രങ്ങൾക്ക് മണവും ബലവും പകരുന്ന പശ എന്നിവയും ഉണ്ടാക്കി വിറ്റു തുടങ്ങി. ഓരോ വീടുകളിലും എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമെങ്കിലും വാങ്ങാൻ തോന്നുന്ന തരത്തിൽ ആവശ്യക്കാരുടെ മനസ്സറിഞ്ഞായിരുന്നു ഓരോന്നും ഉണ്ടാക്കിയിരുന്നത്. ഞാൻ പ്രതീക്ഷ പിക്കിൾ ആൻഡ് ഫുഡ്സ് എന്നുള്ള ഒരു സംരംഭമാണ് നടത്തുന്നത്. ഒരു 15 വർഷത്തോളം ഞാൻ ഈ സംരംഭം ചെയ്യുന്നത്. ഇപ്പം കുറച്ച് വിപുലീകരിച്ചിട്ട് ഒരു 2-3 വർഷമായി. എനിക്ക് അച്ചാറുകളാണ്, പലതരം അച്ചാറുകളുണ്ട്. നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, വെളുത്തുള്ളി, ഈത്തപ്പഴം, പിന്നെ നോൺ വെജ് ഉണ്ട്, ചിക്കന്, ബീഫ്, മീൻ ഉണ്ട്, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടിയുണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്. അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട് ഞാൻ ചെയ്യുന്നത്. വീടാന്തരം കയറിയും വിൽക്കും. പിന്നെ ഓർഡർ അനുസരിച്ച് കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെറുപുഴ പഞ്ചായത്ത്, ഈസ്റ്റളേരി, ഈ 2 പഞ്ചായത്തിലാണ് അധികം സെയിൽ നടത്തുന്നത്. സ്വന്തമുള്ളതാണ്. സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ആക്കുന്നു, സ്വന്തമായിട്ട് ചെയ്ത് ഓരോ വീടുകളും സ്ഥാപനങ്ങളും കയറി ഇറങ്ങി കൊടുക്കുന്നു. 2-3 സഞ്ചികളിൽ സാധനങ്ങൾ നിറച്ച് ഓരോ പ്രദേശത്തേക്കും നടന്നുപോയാണ് വിൽപ്പന നടത്തിയിരുന്നതും. പിന്നീട് ചുണ്ടയിൽ ഒരു ചെറിയ ഷോപ്പിട്ടു. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ചെറിയ ഒരു നിർമ്മാണ യൂണിറ്റും തുടങ്ങി. അപ്പോഴും വിൽപ്പന ഡോർ ടു ഡോർ തന്നെയായിരുന്നു. കുടുംബശ്രീ തന്നെ നന്നായി സഹായിക്കുന്നതായി സജ്ന പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറി തുടങ്ങിയതോടെ ഒരു ഇരുചക്ര വാഹനവും വാങ്ങി. ഇതിന്റെ മുന്നിൽ ബാഗുകളിൽ സാധനങ്ങൾ നിറച്ചാണ് ഇപ്പോൾ അച്ചാറും പലഹാരങ്ങളും വിൽപ്പന നടത്തുന്നത്. സജ്നയുടെ അച്ചാറിനും പലഹാരങ്ങൾക്കും ആവശ്യക്കാരും ഏറെയാണ്. പ്രതിസന്ധികളെ മറികടന്ന് തന്റെ കുടുംബത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ തന്റെ തൊഴിലുകൊണ്ട് സാധിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് സജ്ന. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.